പ്രതിരോധ രംഗത്ത് വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് തുർക്കി തങ്ങളുടെ സൈനിക ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. തങ്ങളുടെ ആദ്യത്തെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ അഥവാ ICBM തുർക്കി ഔദ്യോഗികമായി ലോകത്തിന് മുന്നിൽ അനാവരണം ചെയ്തിരിക്കുന്നു. പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ തുർക്കി കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടത്തിവന്ന കഠിനമായ പരിശ്രമങ്ങളുടെയും ഗവേഷണങ്ങളുടെയും ഫലമായാണ് ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത്. സൈനിക ശേഷിയുടെ കാര്യത്തിൽ ഇതൊരു വലിയ കുതിച്ചുചാട്ടമാണെന്ന് മാത്രമല്ല, മിഡിൽ ഈസ്റ്റിലെയും യൂറോപ്പിലെയും രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ തുർക്കിയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാൻ ഇത് കാരണമാവുകയും ചെയ്യും. ഈ മിസൈലിന്റെ സാങ്കേതിക വശങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെയുള്ള ലക്ഷ്യസ്ഥാനങ്ങളെ അതീവ കൃത്യതയോടെ തകർക്കാൻ ഇതിന് സാധിക്കും. സാധാരണഗതിയിൽ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾക്ക് 5000-ലധികം കിലോമീറ്റർ പ്രഹരശേഷി ഉണ്ടാകാറുണ്ട്. തുർക്കിയുടെ ഈ പുതിയ മിസൈലും അത്തരത്തിൽ ഭൂഖണ്ഡങ്ങൾ കടന്ന് ആക്രമണം നടത്താൻ ശേഷിയുള്ളതാണ്. ആയുധ മത്സരങ്ങളുടെ പുതിയൊരു ഘട്ടത്തിലേക്ക് ലോകം നീങ്ങുകയാണോ എന്ന ആശങ്ക ചില കേന്ദ്രങ്ങൾ ഉയർത്തുന്നുണ്ടെങ്കിലും തങ്ങളുടെ രാജ്യത്തിന്റെ പരമാധികാരവും സുരക്ഷയും ഉറപ്പുവരുത്താൻ ഇത്തരം പ്രതിരോധ സജ്ജീകരണങ്ങൾ അത്യന്താപേക്ഷിതമാണെന്നാണ് തുർക്കിയുടെ ഔദ്യോഗിക നിലപാട്. പ്രാദേശികമായ വെല്ലുവിളികളെ നേരിടുന്നതിനും അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണികളെ പ്രതിരോധിക്കുന്നതിനും ഈ മിസൈൽ സംവിധാനം തുർക്കിയെ സഹായിക്കും. ഈ ഒരു നേട്ടത്തിലൂടെ ലോകത്തിലെ ICBM ശേഷിയുള്ള ചുരുക്കം ചില രാജ്യങ്ങളുടെ എലൈറ്റ് ക്ലബിലേക്ക് തുർക്കിയും പ്രവേശിച്ചിരിക്കുകയാണ്. ഒരു രാജ്യം ICBM വികസിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏതു ഭാഗത്തും ആക്രമണം നടത്താനുള്ള സൈനിക ശേഷി കൈവരിച്ചു എന്നാണ് അർത്ഥം.